ബംഗ്ലാദേശിൽ നിന്നും പുറത്തു വരുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ അനുസരിച്ച് ഡിസംബർ 31 ശേഷം ബംഗ്ലാദേശ് വലിയ ഒരു നീക്കം നടത്താൻ പോകുന്നു. ഇറാൻ മാതൃകയിലുള്ള ഒരു നീക്കമാണ് ബംഗ്ലാദേശ് അവിടെ നടത്തുന്നത്. ഒടുവിൽ പ്രതീക്ഷിച്ചത് തന്നെ സംഭവിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ബംഗ്ലാദേശി മാധ്യമമായിട്ടുള്ള ബ്ലിറ്റ്സ് തന്നെയാണ് ഇക്കാര്യവും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ബംഗ്ലാദേശ് ന്യൂനപക്ഷങ്ങളുടെ ആക്രമണം ഇപ്പോൾ കനത്ത രീതിയിൽ നടക്കുകയാണ്. ഈ ഒരു കാര്യം കൂടെ അവിടെ വന്നു കഴിഞ്ഞാൽ വലിയ രീതിയിൽ ബംഗ്ലാദേശ് ന്യൂനപക്ഷങ്ങളെ തുടച്ചു നീക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകും എന്നുള്ള കാര്യത്തിലും തർക്കമില്ല. ഇനി എന്താണ് ആ വിഷയം എന്നല്ലേ, ബംഗ്ലാദേശ് ഇപ്പോൾ ജനുവരി 20-ാം തീയതി ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലേറി കഴിഞ്ഞാൽ യുനെസിന്റെ നില പരിങ്ങലിലാകും എന്ന് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ ബംഗ്ലാദേശ് ട്രംപ് അധികാരത്തിലേറുന്നതിന് മുമ്പ് തന്നെ ചെയ്യാനുള്ള സകല കാര്യങ്ങളും ചെയ്തു വെക്കുകയാണ്. ഭരണം പൂർണ്ണമായും ഇസ്ലാമിന്റെ കീഴിൽ കൊണ്ടുവരാനാണ് ബംഗ്ലാദേശിന്റെ നിലവിലുള്ള തീരുമാനം. ഇസ്ലാമിസ്റ്റുകൾ, ജിഹാദികൾ, ഖിലാഫത്ത് വാദികൾ എന്നിങ്ങനെയുള്ളവരെല്ലാം ചേർന്ന് ഡിസംബർ 39 ശേഷം ബംഗ്ലാദേശിൽ റവല്യൂഷണറി റെജീമിന് കീഴിൽ കൊണ്ടുവരാനുള്ള നീക്കം നടക്കുന്നു എന്നാണ് ഇപ്പോൾ പല മാധ്യമങ്ങളും സൂചിപ്പിക്കുന്നത്. ഇങ്ങനെ ഒരു നീക്കം അവിടെ വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നമ്മുടെ ബംഗ്ലാദേശിന് ഇപ്പോൾ ഒരു ഭരണഘടനയുണ്ട്, ബംഗ്ലാദേശിന് ഭരണഘടനാ സ്ഥാപനങ്ങളുണ്ട്, അങ്ങനെ പല പല കാര്യങ്ങളും ഉണ്ട്. ഇങ്ങനെ ഒരു നീക്കം അവിടെ വന്നു കഴിഞ്ഞാൽ ഈ ഭരണഘടന അസാധുവാകും എന്നുള്ളതാണ്. ഒരു രാജ്യത്തെ ഭരണഘടന അസാധുവാകുമ്പോൾ ആ രാജ്യത്തിന് എന്ത് സംഭവിക്കും എന്ന് ഞാൻ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട യാതൊരുവിധ ആവശ്യവുമില്ലല്ലോ. അങ്ങനെ ഭരണഘടന അസാധുവാകും, ഭരണഘടനാ പദ്ധതികളെ അട്ടിമറിക്കാനായിട്ട് സാധിക്കും, പദവികളെ അട്ടിമറിക്കാനായിട്ട് സാധിക്കും. അങ്ങനെ പല കാര്യങ്ങളും അവിടെ ഉടലെടുക്കും. ഇങ്ങനെ ഉണ്ടായാലുള്ള ആദ്യത്തെ പ്രശ്നം എന്ന് പറയുന്നത് ബംഗ്ലാദേശിന്റെ ഈ നിലവിലത്തെ പ്രസിഡന്റ് ആയിട്ടുള്ള ഷഹസുദ്ദീനെ ഉടനെ തന്നെ പുറത്താക്കാനായിട്ട് സാധിക്കും. ആർക്കെങ്കിലും വേണ്ടി ശബ്ദം ഉയർത്താൻ, അവിടെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി ശബ്ദം ഉയർത്താൻ പ്രസിഡന്റ് എന്ന് പറഞ്ഞ ഭരണഘടനാ സ്ഥാപനങ്ങളിൽ അല്ലെങ്കിൽ പദവികളിൽ ഇരിക്കുന്ന ആൾക്കാർ മാത്രമാണുള്ളത്. അങ്ങനെ ഒരു വിഷയം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇദ്ദേഹത്തെ പുറത്താക്കാനായി സാധിക്കും. പിന്നെ ചീഫ് ഓഫ് ആർമി സ്റ്റാഫ്, അതായത് ബംഗ്ലാദേശിലെ പട്ടാളത്തെ പൂർണ്ണമായി നിർവീര്യമാക്കാൻ സാധിക്കും. അവിടെയുള്ള ചീഫ് ഓഫ് ആർമി സ്റ്റീഫായിട്ടുള്ള ജനറൽ വക്കർ ഉസ് സമറിനെയും ഈ ഒരു നിയമം വെച്ച് പുറത്താക്കാനായി സാധിക്കും. റവല്യൂഷണറി റെജീമിന് കീഴിൽ ബംഗ്ലാദേശ് അണിനിരന്നു കഴിഞ്ഞാൽ അങ്ങനൊരു കാര്യം സാധിക്കും. പിന്നെ ഇത് ഇറാന്റെ മാതൃകയുള്ള ഇസ്ലാമിക് ഗവൺമെന്റിന്റെ ഉദയം ആണ് എന്നാണ് പല മാധ്യമ പ്രവർത്തകരും ബംഗ്ലാദേശിലെ പറയുന്നത്. പോരാത്തതിന് ഇങ്ങനെ ഒരു സംഭവം അവിടെ നടന്നു കഴിഞ്ഞാൽ അത് ജനാധിപത്യത്തിന്റെ ഒരു മരണമായിരിക്കും. പിന്നീട് ന്യൂനപക്ഷങ്ങൾക്ക് യാതൊരുവിധ രക്ഷയും ബംഗ്ലാദേശിൽ കാണില്ല എന്നാണ് പറയുന്നത്. ഡൊണാൾഡ് ട്രംപ് ജനുവരി 20-ന് അധികാരത്തിലേറാൻ പോവുകയാണ്. ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലേറി കഴിയുമ്പോൾ ഡൊണാൾഡ് ട്രംപിന് മാത്രമേ ബംഗ്ലാദേശിനെ രക്ഷിക്കാൻ കഴിയുകയുള്ളൂ എന്ന തരത്തിൽ ബംഗ്ലാദേശിലെ ജനങ്ങളും അവിടെയുള്ള നയതന്ത്ര പ്രതിനിധികളും പലരും പറയുന്നുണ്ട്. അങ്ങനെ പറയുന്നതിന് ഒരു മുഴം മുമ്പ് എറിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ ബംഗ്ലാദേശ്. ബംഗ്ലാദേശിനെ പൂർണ്ണമായും ഇസ്ലാമിന്റെ കീഴിലാക്കി. ഇറാനിൽ എങ്ങനെയാണോ ഒരു ഇസ്ലാമിക റവല്യൂഷൻ വന്നത്, അതുപോലെ ഒരു വിപ്ലവം ബംഗ്ലാദേശിൽ കൊണ്ടുവരാനാണ് ഇപ്പോൾ ബംഗ്ലാദേശിന്റെ ശ്രമം. അങ്ങനെയാണെങ്കിൽ വലിയ രീതിയിൽ ഇന്ത്യ ബംഗ്ലാദേശിനെ പ്രതിരോധിക്കേണ്ടി വരും എന്നുള്ള കാര്യത്തിലും തർക്കമില്ല. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.